മോൾ ഓഫ് ട്രാവൻകൂറിന്റെ ഡെപ്യൂട്ടി സെന്റർ ഹെഡായ പ്രദീപ് ബ്രോയും മാർക്കറ്റിംഗ് ഹെഡായ സുരാജ് ബ്രോയും രണ്ടുപേരെ ആദരിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നല്ല ഫ്ലാഷ് മൂവും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എമ്മോറ്റി അങ്ങ് തകർത്തിറക്കി നമ്മളെ പിള്ളേര്. അതിനുശേഷം സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന പോലെ ഫാഷൻ ഷോ തുടങ്ങി. നമ്മുടെ ഡിഫറന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഈ ഫാഷൻ ഷോയിൽ പങ്കെടുത്തത്. സത്യത്തിൽ ഇവരെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ടെന്നാണ്. ഇവരുടെ ആ കോൺഫിഡൻസും ഡെഡിക്കേഷനും ഗട്ട്സും ഒക്കെ ഈ സ്റ്റേജിന് പുറത്തു നിന്നവരെല്ലാരും കണ്ടതാണ്. ഈ റാംവാക്കിൽ നടക്കുന്ന ഒരാൾക്ക് പോലും സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. പേര് കേട്ട റാംവാക്ക് ഷോയിലൊക്കെ സ്ഥിരം പങ്കെടുക്കുന്ന എന്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു. അവന്മാർ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, അളിയ നമ്മളിൽ പലരും ഷോയ്ക്ക് ഇറങ്ങുമ്പോൾ പല പാളിച്ചകളും പറ്റിയിട്ടുണ്ട്, എന്നാൽ ഇവർ എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്യണമെന്നാണ് അവർ ചോദിച്ചത്. ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെ നടക്കണമെന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. സത്യത്തിൽ ഇവർ എന്തിനാണ് ഡിഫറന്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ചു പോയി. ഇവരെല്ലാവരും ഫുള്ളി ഏബിൾഡ് ആയിട്ട് എല്ലാ കഴിവുകളും ഉള്ള കുട്ടികൾ തന്നെയാണ്. സത്യത്തിൽ ഇത്രയും വലിയൊരു ഫാഷൻ ഷോ അത് ഗംഭീരമായിട്ട് നടത്തേണ്ടത് ഒരു ചെറിയ നിസാര കാര്യമല്ല. ബിഗ് എഫ്എമ്മിന്റെ വക ഒരുപാട് സ്നേഹോപകാരം കൊടുത്തിരുന്നു. ഒന്നും ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു സാൻഫുഡീസ് TV.